ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ പള്ളി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇതിലേക്ക് കൂടി മലമ്പുഴ നേരത്തെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ റൂട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ പോകുമ്പോഴേക്കും എന്താ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു പള്ളി കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് മലമ്പുഴയിലോട്ടാണ്. പക്ഷെ മലമ്പുഴ ക്ലോസ് ആക്കിയതുകൊണ്ട് നമ്മൾ കവയ്ക്ക് പോവാ വിചാരിച്ച ആ വഴി പോയപ്പോഴാണ് ഇതുപോലത്തെ ഒരു പ്ലേസ്. നേരത്തെ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ലേ. വെള്ളം വന്നല്ലോ, കണ്ണൊക്കെ എഴുതിയപ്പോ സുന്ദരിയായി. ആ ഇവിടെ നോക്ക്, ഇവിടെ അത്താ വെള്ളത്. ശരി, നമ്മൾ അന്ന് വന്ന സമയത്ത് ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞിരിക്കണായിരുന്നു. നിവു എവിടെ? നിവുവിന്റെ ഉടുപ്പ് എവിടെ? നിവുവിന്റെ ഉടുപ്പ് കാണിക്കേ. ഹലോ, നല്ല രസമുണ്ടല്ലേ. ഹലോ ഗൈസ്, ഞങ്ങളപ്പോൾ ഇതിൽ കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് പറഞ്ഞു നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ലായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല സമാധാനമാണ്, കാറ്റാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, നമ്മൾ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ ഇഷ്ടത്തിന്. അപ്പോൾ ചേട്ടൻ കുഞ്ഞിനായിട്ട് പോകണേന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും നോക്കാം. ഞങ്ങളിവിടെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല, കാരണം ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളമൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങളില്ലേ വരുന്ന വഴി മാനിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ നിന്ന് നിർത്തി ഫോട്ടോ എടുത്തില്ല, കാരണം അവിടെ ഈ വന്യജീവിൻ്റെ ബോർഡൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. ഒന്നാമത് കുട്ടിയുള്ളതല്ലേ, അപ്പോൾ റിസ്ക് എടുക്കേണ്ടതുണ്ടോ. വലിയൊരു പാറ, നമ്മുടെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ പാറയൊക്കെ കാണാൻ. പിന്നെ അതാ അത്യാവശ്യം ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പാലക്കാടത്തെ ആ ഒരു ചൂടിലിട്ടാ മൊത്തം എന്താ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട്, സാധാരണ ഞങ്ങൾ ഈ കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുത്ത് ഈ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിലിൻ്റെ വലിയ ശല്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് താഴോട്ട്. പിന്നെ ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടേ. ഇതുവരെ ഇവിടെ നിന്ന് വന്നിട്ടില്ല, കാരണം ഇവിടെയൊക്കെ നല്ല വെള്ളം ഇരിക്കും കേട്ടോ മഴ വരുന്ന സമയത്തൊക്കെ. ഇത് എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ പോയ പാടൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാ കാടാണോ ചോദിച്ചാൽ ഉണങ്ങിയ കാടാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, എന്നാൽ അത്ര കാടും അല്ല, അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാമിലെ വെള്ളം ഇതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇറങ്ങാനൊന്നും നിൽക്കണല്ലോ, കുഞ്ഞിനെ വെച്ചിട്ട് നമുക്ക് സാഹസികമൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ അവധി ദിവസങ്ങളിൽ വീട്ടിൽ വെറുതെ ചിലവഴിക്കണ നേരത്തെ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, ആൾക്കാരൊക്കെ നടന്ന് ചെളിയുള്ള സമയത്ത് ഇങ്ങനെ കാല് കുഴിഞ്ഞ ഇതാണ് കേട്ടോ കാണുന്നത്. അവധി ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ വന്ന് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരുന്ന് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട്, ഒരു സൈഡിൽ നോക്കുമ്പോൾ മരുഭൂമി പോലെ ഉണ്ടെങ്കിലും ഒരു സൈഡിൽ നോക്കുമ്പോൾ അത്യാവശ്യം കാറ്റും വെള്ളവും, പിന്നെ എവിടേക്കോ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പച്ചപ്പില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതാ വലിയ മലയുണ്ട്, വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല, എനിക്ക് തോന്നുന്നു എന്തല്ല, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തപ്പോഴും അവിടെ മല നല്ല ഗംഭീരമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. എന്നതാ നടന്നുകൊണ്ടിരിക്കണേണ് കേട്ടോ. വെറുതെ ഇവിടം വരെ നടന്ന, കാരണം വേറെ സെപ്പറേറ്റ് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ പാറേൻ്റെ മേലേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാവേ. കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇത്ര ആൾക്കാരുള്ള സ്ഥലമാണ്, വീടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ കാര്യത്തിലൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. പിന്നെ സ്നേക്ക് പാർക്ക് ഓപ്പൺ ആണ്, മലമ്പുഴേൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, മൊത്തം ഇടിച്ച് പൊളിച്ച് എന്തൊക്കെയോ പണി നടക്കണതാണ്. പിന്നെ റോക്ക് ഗാർഡൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോവാട്ടാ. എന്നെ കാണുമ്പോഴേക്കും അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ പറ, ഹലോ, ടാറ്റ എടുക്ക്, ടാറ്റ ടാറ്റ. ഹലോ സുന്ദരി, പുതിയ ഉടുപ്പൊക്കെ ഇട്ടു ഞങ്ങള്. ബുബു, വെള്ളമുണ്ട് അവിടെ, അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? കാല് താഴോ നോക്കട്ടെ ഏട്ടാ. അതെന്താ താഴോ? ഓ നോക്കി കാല്. ഇങ്ങോട്ടൊന്നും അങ്ങോട്ട് ആൾക്കാർ വരാത്ത പോലെ. അവിടെ നോക്കുമ്പോ കാണുന്ന വേറെ ഭാഗമാണല്ലേ. ആ അവിടെ പാലം പോലെ ഇരിക്കണ അത്, അവിടെ കുറെ ആൾക്കാർ റോഡല്ലേ അത്. ഇത് നമ്മൾ കാവേലിൽ പോയാൽ ഇതുപോലെ ഇറങ്ങാൻ പറ്റുന്നത് കണ്ട. പട്ടിയാണോ കാൽപ്പാട്? എന്തിന്റെയൊക്കെ കാൽപ്പാടുണ്ട്. ഹായ് ഹായ്, വെള്ളം വെള്ളം വെള്ളം. ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ കാണാൻ നമ്മൾ വെള്ളം കാണുന്നതൊക്കെ മറക്കും പറഞ്ഞ പോലെ. പക്ഷെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടപ്പെടണില്ല, കാല് കൊണ്ടുപോകും തോന്നുന്നു. വേണ്ട, എന്തിനാണ്, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം തോന്നണില്ല. മണ്ണും ചെളിയാ. പക്ഷെ അവരിറങ്ങി ആ ഭാഗമില്ലേ, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ.
അവിടെ നമുക്കിങ്ങനെ പാറയിലൊക്കെ കുഞ്ഞു കുഞ്ഞു പാറയൊക്കെ പൊട്ടി പൊട്ടി വീണതായിരിക്കും ഇതൊക്കെ. തെറിച്ച് തെറിച്ച് വീണായിരിക്കും അല്ലേ? തെങ്ങുമല. ഇത് നല്ല രസമാണ്. നേരിട്ട് കാണുന്ന ഭംഗി ഫോണിൽ കിട്ടാത്തതല്ലോ. ഇപ്പൊക്കെ പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റിയ സമയമാണ് കേട്ടോ. ഇനിയിപ്പോൾ വേനലിനോട് അടുത്തിരിക്കും തോറും ഇനിയും വറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമായിരിക്കും നമുക്ക് ഇങ്ങനെ വന്നിരിക്കാൻ. എന്താ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. പുല്ലിലൊക്കെ നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം. ഞാനിത് വേറെ ഏതോ സ്ഥലത്ത് പോയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. മലയൊക്കെ നോക്ക്, അവിടുത്തെ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച പോലെ. ഈ ഈജിപ്തിലൊക്കെ നമ്മൾ ഓരോ മലകളൊക്കെ കാണില്ല, അതുപോലെയുണ്ട്. പിന്നെ കൊക്കുകൾ അവിടെ ഇരിക്കണു. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ കാട്ട മല. നമ്മൾ ഈ പടം വരക്കണൊക്കെ പോലെ 3 മലയൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ സൂര്യനെ വെക്കണ പോലെ ഉണ്ട് കേട്ടോ. കണ്ടോ? പണ്ട് ചെറുപ്പത്തിലൊക്കെ വരക്കില്ല, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫാമിലീസും കാറും വണ്ടികളൊക്കെ ഇറക്കി വരുന്നുണ്ട് കേട്ടോ ആൾക്കാർ. പാർക്കിംഗ് ഫീസ് ഇല്ല, അല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാല് കുഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. നനവുണ്ട് തോന്നുന്നു. വെള്ളമാണ് ആയിരുന്നല്ലോ മൊത്തം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയ സമയത്ത് ഇവിടെ ഉണങ്ങി പുല്ലൊക്കെ വന്ന് നിൽക്കണേ. അപ്പു ചേട്ടാ മതി, പോവാ, അങ്ങോട്ട് പോവാം. ബാ, കാലൊന്നും എനിക്ക് നനക്കണ്ട, വേണ്ട, എനിക്ക് നനയ്ക്കാൻ തോന്നണില്ല. വെള്ളം കാണാനൊക്കെ രസമുണ്ട്, പക്ഷെ കാല് നനക്കാനായിട്ട് ഇന്നൊരു ഇൻട്രസ്റ്റ് തോന്നണില്ല കേട്ടാ. എന്തൊക്കെയോ പതപോലെ അവിടെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് പോകട്ടെ. ഇതിൻ്റെ അരിയിൽ കൂടി പോയി നമ്മൾ ഈ അപ്പുറേ ചുറ്റി മലമ്പുഴ ഡാം ചുറ്റി വരാൻ പറ്റും കേട്ടോ. കവ ആ ഭാഗത്തൊക്കെ നല്ല ഒരു സ്ഥലത്ത് ഫുഡൊക്കെ കഴിക്കാൻ കയറി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഹോംലി ഫീലാണ്. നമ്മൾ ഈ ഡാമിൽ നിന്ന് പിടിക്കണ പിലോപ്പി, വലിയ പിലോപ്പി, പിന്നെ എന്താ ബിരിയാണി, ഫ്രൈഡ് റൈസ് എല്ലാം കിട്ടും കേട്ടോ. ഫാമിലിയായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ഓല വീട് പോലെയൊക്കെ വെച്ച സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് കുഞ്ഞുള്ളത് കൊണ്ട് അത്രയും ദൂരം പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കുള്ളൂ. അത് ഇനിയൊരു ദിവസം എടുക്കാം കേട്ടോ. ഇനിയൊരു ദിവസം പോകുമ്പോൾ എടുക്കാവേ. പിന്നെ ഈ പുലിയും മണ്ടാരും ഒക്കെ പേടിയാണ്. നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പോവാം. എനിക്കങ്ങനെ പേടിയാണ് കേട്ടോ. പക്ഷെ ആൾക്കാരങ്ങനെ പേടിച്ചൊന്നും ഇരിക്കണില്ല. എല്ലാവരും അതാ എൻ്റെ കൊച്ചിൻ്റെ ഒരു ഷൂ പോയിട്ട് താഴെ. അതാ മതിയോടോ. ഫോട്ടോ എടുക്കാനുള്ള സർക്കസ് ആണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.